നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ലോൺ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ സൈബർ തട്ടിപ്പ് നടത്തിയ പ്രതി അറസ്റ്റിൽ. ആലുവ തൈക്കാട്ടുകര മണ്ണച്ചേരി സ്വദേശി താഴം വീട്ടിൽ പ്രവിൽ കൃഷ്ണയാണ് അറസ്റ്റിലായത്. CPIM മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണം ഊരകത്ത് നടന്നു. ഊരകം സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഹെർബർട്ട് കനാൽ വള്ളം കളിയിൽ കൊടുങ്ങല്ലൂർ രുധിരമാല നമ്പർ 2 ജേതാക്കൾ. വാർത്തകൾ വിശദമായി. ലോൺ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ സൈബർ തട്ടിപ്പ് നടത്തിയ പ്രതി അറസ്റ്റിൽ. ആലുവ തൈക്കാട്ടുകര മണ്ണച്ചേരി സ്വദേശി താഴം വീട്ടിൽ പ്രവിൽ കൃഷ്ണയാണ് അറസ്റ്റിലായത്. ആലപ്പാട് പുറത്തൂർ സ്വദേശി എഴുവപ്പാടി വീട്ടിൽ അരുണാണ് സൈബർ തട്ടിപ്പിന് ഇരയായത്. ലോൺ ശരിയാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 4,44,604 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ലെൻഡ്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ആണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത്. 2025 ജൂൺ 25 മുതൽ ജൂലൈ 1 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു തട്ടിപ്പ്. വാട്സാപ്പ് മുഖേന ബന്ധപ്പെട്ട പ്രതി ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. തുടർന്ന് പരാതിക്കാരൻ അരുണിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്റെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഗൂഗിൾ പേ മുഖേനയും മറ്റുമായി പലതവണ പണം കൈക്കലാക്കുകയായിരുന്നു. പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് പോലീസ് പ്രതി പ്രവിൽ കൃഷ്ണയെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരാതിക്കാരനായ അരുണിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിൽ 70,000 രൂപ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു വാങ്ങുകയും ഈ തുക ചെക്ക് വഴി പിൻവലിച്ചതായി കാണപ്പെടുകയും കണ്ടതിനെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് SHO MS ഷാജൻ, SI KS സുബിന്ദ, ASI ജോയ് തോമസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സിൻഡി, സിവിൽ പോലീസ് ഓഫീസർമാരായ റിൻസൻ, അൻവർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. CPIM മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണം ഊരകത്ത് നടന്നു. ഊരകം സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, PK ലോഹിതാക്ഷൻ, PA ഷാജഹാൻ, AS അൻവർ, KB പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. ഒരുപക്ഷെ ഒരു വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെയും ലോകത്തെയും നിരവധി നേതാക്കന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും വാചകങ്ങളും എന്തായിരുന്നു സഖാവ് യെച്ചൂരി എന്ന് തെളിയിക്കുന്നതാണ്. നേരത്തെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ച ഇന്ത്യ വേദി ഇന്ന് BJPക്ക് ഒറ്റയ്ക്ക് ഇന്ത്യൻ പാർലമെന്റിൻ്റെ അകത്ത് ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രൂപപ്പെടുത്തുന്നതിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വം എന്ന നിലയ്ക്ക് മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളുടെ യോജിപ്പ് അതത് സംസ്ഥാനങ്ങളിലെ അതത് തലത്തിൽ രൂപപ്പെടുത്താൻ വേണ്ടി സഖാവ് യെച്ചൂരി വഹിച്ച പങ്ക് ഒരുപക്ഷെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ അനുശോചന ഘട്ടത്തിൽ എഴുതിയ കുറിപ്പുകളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ഉയർന്ന കുലത്തിൽ ജനിക്കുകയും ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടുകയും സാമാന്യം സമ്പന്നപ്പെട്ട ഒരു വീട്ടിൽ അംഗമായിരുന്നിട്ട് പോലും അദ്ദേഹം ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ ജനാധിപത്യ സംരക്ഷകനായി കഴിഞ്ഞ ഏറെക്കാലം പ്രയത്നിച്ചതും പ്രവർത്തിച്ചതും നമ്മുടെ മനസ്സിലുണ്ടാകും. വലിയ പ്രായാധിക്യം കൊണ്ട് സംഭവിച്ച മരണമായിരുന്നില്ല അദ്ദേഹത്തിന്. അകാലത്തിൽ പൊലിഞ്ഞുപോയ എന്ന് പറയാവുന്ന ഒരു ജീവിതമാണ് നമുക്ക് അദ്ദേഹത്തിലൂടെ നഷ്ടപ്പെട്ടത്.
ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ ഇന്ത്യ മുന്നണി രൂപീകരണം തൊട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും വളരെ ശക്തമായി ഇടപെടുകയും BJP എന്ന ഫാസിസ്റ്റ് ശക്തിക്കെതിരെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെയും ജനാധിപത്യ സംവിധാനം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് യെച്ചൂരി എന്നറിയാം. ചേർപ്പ് ഹെർബർട്ട് കനാൽ വള്ളംകളിയിൽ കൊടുങ്ങല്ലൂർ രുധിരമാല നമ്പർ 2 ജേതാക്കൾ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണയിൽ CPIM ചേർപ്പ് 18ാം വാർഡ് കമ്മിറ്റിയാണ് വള്ളംകളി സംഘടിപ്പിച്ചത്. ആവേശത്തിന്റെ മുത്തുമണികൾ വാരിയെറിഞ്ഞുകൊണ്ട് ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കുക, ക്യാമറാമാൻ ശ്രദ്ധിക്കുക, ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് ആവേശത്തിന്റെ മുത്തുമണികൾ വാരി എറിഞ്ഞുകൊണ്ട് ആ 2 വള്ളങ്ങളും കടന്നു വന്നത്. CC മുകുന്ദൻ MLA വള്ളംകളി മത്സരം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെയും ക്ലബിന്റെയും മറ്റുള്ള നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി ഈ മാസം 4-ാം തീയതി നമ്മുടെ തൃശ്ശൂർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ വിവിധ മേഖലയുമായി നമ്മുടെ നിയോജകമണ്ഡലം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ തുപ്രയാർ കലോത്സവം നമ്മുടെ പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലമായി ചേർന്ന് കിടക്കുന്ന മണലൂർ മണ്ഡലമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കണ്ടസങ്ങട് വെള്ളംകളിയും നമ്മുടെ പ്രദേശത്തുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുകയുണ്ടായി. കൂടാതെ ഓണാഘോഷവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ എല്ലാവരും ശ്രദ്ധിക്കുന്ന, സംസ്ഥാനത്ത് പലർക്കും ശ്രദ്ധിക്കുന്ന സ്നേഹതീരം തീരത്ത് കലാ സാംസ്കാരിക നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ 5, 6, 7 തീയതികളിൽ അവിടെയും വലിയ കലാപരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും കേരള സംസ്ഥാനത്ത് നടക്കുന്ന ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ പ്രദേശത്തും വലിയ സന്തോഷത്തോടുള്ള അനുഭവമാണ് നമ്മൾ ഇവിടെ അയവിറക്കുന്നത്. ട്രോഫിയും 15,000 രൂപയും അടങ്ങുന്നതാണ് 1ാം സമ്മാനം. തൃപ്രയാർ പൈനൂർ ശ്രീഗണേഷ് ടീം 2ാം സ്ഥാനത്തിന് അർഹരായി. ട്രോഫിയും 10,000 രൂപയുമാണ് 2ാം സ്ഥാനക്കാർക്ക് ലഭിച്ചത്. 3ാം സ്ഥാനത്തെത്തിയ ചേറ്റുവ പാടൂർ ആറുമുഖൻ ടീമിന് 7,000 രൂപ ലഭിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം നസീജ മുത്തലീഫ് സമ്മാനദാനം നിർവഹിച്ചു. സീനിയർ സിറ്റിസൺ അവിണിശ്ശേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പെരിഞ്ചേരി ALP സ്കൂളിലായിരുന്നു ഓണാഘോഷം. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV വല്ലഭൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രൻ പുറത്താള അധ്യക്ഷനായി. സെക്രട്ടറി CR പ്രകാശ്, രക്ഷാധികാരി വെള്ളാലത്ത് ദാമോദരൻ, മുൻ വൈസ് പ്രസിഡന്റ് VK ശശിധരൻ, പ്രധാനാധ്യാപകൻ MK പ്രസാദ്, മുൻ സെക്രട്ടറി PK ഭാസ്കരൻ, വൈസ് പ്രസിഡന്റ് CR വിജയൻ, ജോയിന്റ് സെക്രട്ടറി VR രവീന്ദ്രൻ, മുതിർന്ന അംഗം പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾക്ക് ശേഷം ഓണസദ്യയും നടന്നു. സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ അവിശ്ശേരി ശാഖയുടെ ഓണാഘോഷ പരിപാടികളിൽ ഈ വിദ്യാലയത്തിലെ മാസ്റ്റർ എന്ന രീതിയിൽ ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിച്ചു. വാസ്തവത്തിൽ സീനിയർ സിറ്റിസൺ ഫോറത്തിലേക്ക് ഏതാനും വർഷങ്ങൾ, കാരണം 56 വർഷത്തിൽ 7 വർഷത്തെ സർവീസാണുള്ളത്. സോണി ടീച്ചർ 56 വയസ്സുകാരെ കണ്ടെത്തി ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ലിസ്റ്റില്. ആരൊക്കെയാണ് 56 വയസ്സുകാരെ എത്രയെന്നുള്ളത് സോണി ടീച്ചർക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാം. ഇപ്പൊ തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 7 വർഷം കഴിഞ്ഞാലുള്ള പേരുകൾ ഏറ്റവും അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എത്തിച്ചേരാൻ എന്ന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമിക പാഠശാല എന്ന രൂപത്തിൽ നമുക്കിതിനെ കാണണം. അപ്പൊ അത് നമുക്ക് തരുന്ന വലിയൊരു അംഗീകാരമാണ്. നിങ്ങളുടെ മുമ്പിൽ വന്ന് 2 വാക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം തരിക എന്ന് പറയുന്നത് വലിയ അംഗീകാരമാണ്. മാപ്രാണം ഹോളിക്രോസ് പള്ളിയിൽ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ. ശനിയാഴ്ച രാവിലെ കൂടുതലൊക്കൽ കർമ്മം, പ്രസുതീന്തി വാഴ്ച, സമൂഹബലി, പ്രതിഷ്ഠാ കുരിശ് എഴുന്നള്ളിച്ച് വെക്കൽ, വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് ആശീർവാദം, തിരുഹൃദയ പ്രദക്ഷിണം, രൂപം എഴുന്നള്ളിച്ച് വെക്കൽ എന്നിവയുണ്ടായി. ഫാദർ ജോണി മേനാച്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സിബു കള്ളാപ്പറമ്പിൽ, ഫാദർ ഡേവിസ് ചാലിശ്ശേരി, ഇടവകയിൽ നിന്നുള്ള വൈദികർ, ക്ഷണിക്കപ്പെട്ട മറ്റു വൈദികർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. വൈകിട്ട് കുരിശിന്റെ കപ്പേളയിൽ ലതീഞ്ഞ, വിശുദ്ധ കുരിശിന്റെ നൊവേന, സന്ദേശം, തുടർന്ന് വഴിപാട്, തിരികൾ തെളിയിക്കൽ എന്നിവ നടന്നു. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിച്ചു. ബിഷപ്പിൽ നിന്ന് കമ്മിറ്റി അംഗങ്ങൾ പുഷ്പകുരിശ് ഏറ്റുവാങ്ങി. തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരുന്നു.
രാത്രിയാണ് പുഷ്പക്കുരിശ് എഴുന്നള്ളിപ്പ്. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും. രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ബിജു കൂനൻ തിരുനാൾ സന്ദേശം നൽകും. നല്ല പാരമ്പര്യമുള്ള ഇടവക. ഏത് വർഷമാണ് ഇത് ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടതെന്ന് നമ്മൾ ഓർക്കുന്നുണ്ടോ? 928. 1103 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഇടവക ദേവാലയവും കപ്പേടയുമാണ് ഇത്. ഇന്ന് രൂപതയിലെ ഈ പ്രദേശത്തെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ വിശുദ്ധ കുരിശിന്റെ കപ്പേളയും ഇടവക ദേവാലയവും. ധാരാളം പേര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ധാരാളം അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ജാതിക്കും മതത്തിനും കക്ഷിരാഷ്ട്രീയത്തിനും അതീതമായിട്ട് ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരിടമാണ്. ചേർപ്പ് CNN സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജീവിതോത്സവത്തിന് തുടക്കമായി. ലഹരിക്കെതിരായുള്ള 21 ദിവസത്തെ ചലഞ്ചാണ് ജീവിതോത്സവം എന്ന പേരിൽ ഒരുക്കിയത്. കൗമാരക്കാരായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ അവരുടെ സർഗശേഷിയും ഊർജ്ജവും പുതുവഴികളിലൂടെ സമൂഹത്തിന് ഗുണകരമാകും വിധം വ്യക്തിത്വമുള്ളവരാക്കുകയാണ് ജീവിതോത്സവത്തിന്റെ ലക്ഷ്യം. വിവിധങ്ങളായ 21 പ്രവർത്തനങ്ങളിലൂടെ ചിട്ടയായ ഒരു രീതി വിദ്യാർത്ഥികൾക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കും. ജീവിതോത്സവത്തിന്റെ ആദ്യപടിയായി അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒന്നിച്ച് പ്രതിജ്ഞയെടുത്തു. ലഹരിയുടെ ചങ്ങല കണ്ണികളിൽ നിന്ന് മക്കളെ സംരക്ഷിച്ച് നിർത്തുമെന്നതിന്റെ പ്രതീകമായാണ് പ്രതിജ്ഞ ചൊല്ലൽ നടന്നത്. ഇതിനായി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൈകൾ കോർത്ത് സ്നേഹച്ചങ്ങല വളയം തീർത്തു. PTA പ്രസിഡന്റ് NV ജയരാജ് കയ്യൊപ്പ് ചാർത്തി ജീവിതോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ VN മീന അധ്യക്ഷയായി. PTA വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ കിഴക്കൂട്ട്, NSS പദ്ധതി കോർഡിനേറ്റർ PS സന്ധ്യ പദ്ധതി വിശദീകരണം നടത്തി. രക്ഷിതാക്കളുടെ പ്രതിനിധി സിനി, NSS ലീഡർമാരായ ആകാശ്, നിവേദി എന്നിവർ സംസാരിച്ചു. തൃപ്രയാറിൽ വഴിയാത്രക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നാട്ടിക ചേർക്കര സ്വദേശി തണ്ടയാൻ വീട്ടിൽ ബിനു സ്വയനാണ് അറസ്റ്റിലായത്. പഴുവിൽ സ്വദേശി അന്തിക്കാടൻ വീട്ടിൽ ഗോപി ആക്രമിക്കപ്പെട്ട കേസിലാണ് അറസ്റ്റ്. വെള്ളിയാഴ്ച രാത്രി 10:30 തൃപ്രയാർ പാലത്തിന് സമീപമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മദ്യലഹരിയിലായിരുന്ന പ്രതി ബിനു സ്വയൻ ഇതുവഴി വന്ന ഗോപിയെ ആക്രമിക്കുകയായിരുന്നു. ഇഷ്ടിക ഉപയോഗിച്ച് മുഖത്തടിച്ചും മറ്റുമായിരുന്നു ആക്രമണം. വലപ്പാട് പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ് പ്രതി ബിനു സ്വയൻ. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതി ബിനു സ്വയൻ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 അടിപിടി കേസിലും സ്ത്രീകളെ മാനഹാനി വരുത്തിയ ഒരു കേസിലും സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയയാക്കി തട്ടിപ്പ് നടത്തിയ കേസിലും ലഹരിയിൽ പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലുമടക്കം 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വലപ്പാട് SHO K അനിൽകുമാർ, SI CN എബിൻ, ഗ്രേഡ് SI ഷാബു, ഗ്രേഡ് സീനിയർ CPO സൈനുദ്ദീൻ, CPO സന്ദീപ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചേറ്റുവയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. ചേറ്റുവ സ്വദേശി തേർ വീട്ടിൽ മനോജാണ് അറസ്റ്റിലായത്. ഭാര്യ സിന്ധുവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30 സംഭവം. ഇയാൾ മദ്യപിച്ച് ഭാര്യയെ സ്ഥിരമായി ഉപദ്രവിക്കുന്നതായി പറയുന്നു. ഇതേ തുടർന്ന് ഭാര്യ സിന്ധു മകൾക്കൊപ്പം കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച മകളുടെ പുസ്തകങ്ങൾ എടുക്കാൻ മകൾക്കൊപ്പം ചേറ്റുവയിൽ ഭർത്താവിന്റെ വീട്ടിലെത്തിയതായിരുന്നു സിന്ധു. ഈ സമയത്ത് വീടിന് മുന്നിലുണ്ടായിരുന്ന ഭർത്താവ് മനോജ് കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ഭാര്യയെ പുറകിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വാടാനപ്പള്ളി പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. വാടാനപ്പള്ളി SHO NB ഷൈജു, SIമാരായ രഘു, മുഹമ്മദ് റാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, സുരേഖ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അമൽ, ജിഷ്ണു, റിഷാദ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതി മനോജിന്റെ പേരിൽ 2024 വാടാനപ്പള്ളി സ്റ്റേഷനിൽ അടിപിടി കേസുണ്ട്. അറസ്റ്റിലായ പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
ദേശീയപാത 66 നിർമ്മാണത്തെ തുടർന്ന് നാട്ടികയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നിർദ്ദേശം നൽകി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ചെമ്മാപ്പള്ളിയിൽ നടന്ന കലുങ്ക് സൗഹൃദ പരിപാടിയിലാണ് കേന്ദ്ര സഹമന്ത്രിയുടെ ഇടപെടലുണ്ടായത്. വികസന കാഴ്ചപ്പാടുകളും നാട്ടുകാർ നേരിടുന്ന പ്രശ്നങ്ങളും മനസ്സിലാക്കാനാണ് ചെമ്മാപ്പള്ളിയിൽ കലുങ്ക് സൗഹൃദ പരിപാടി ഒരുക്കിയത്. നാട്ടിക പഞ്ചായത്ത് 11-ാം വാർഡിലെ ദേശീയപാത നിർമ്മാണത്തിൽ 35ഓളം കുടുംബങ്ങൾ തങ്ങളുടെ പരാതി അറിയിച്ചിരുന്നു. വർഷകാലം മുഴുവൻ അനുഭവിച്ച വെള്ളക്കെട്ടിന്റെ ദുരിതമാണ് വീട്ടുകാർ പങ്കുവച്ചത്. ഇവരുടെ ദുരിതാവസ്ഥ മനസ്സിലാക്കിയ സുരേഷ് ഗോപി ദേശീയപാത അധികൃതരെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തിരക്കി. തുടർന്ന് നാട്ടുകാർ ഉന്നയിച്ച പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരമുണ്ടാക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് ദേശീയപാത റീജിയണൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നാട്ടികയിൽ അടിയന്തര സന്ദർശനം നടത്തി. നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ നേരിട്ട് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടികൾക്ക് തുടക്കമിടുകയും ചെയ്തു. സജനി മുരളി, ഷൈൻ നെടിയിരിപ്പിൽ, TG രതീഷ്, NS ഉണ്ണിമോൻ, അംബിക, PV സെന്തിൽകുമാർ, സുരേഷ് ഇയാനി, ഗ്രീഷ്മ സുഖിലേഷ്, രശ്മി സിജോ, PT ശ്രീകുട്ടൻ, സിദ്ധാർത്ഥൻ ആലപ്പുഴ, ശിവരാമൻ എരണേഴത്ത്, ബൈജു ഇയാനി, ഗിരീഷ് കോറോത്ത്, വിശ്വംഭരൻ തോട്ടുപുര, ബാബുരാജ്, അഭിഷേക് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. LDF കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും അഴിമതിയും ആരോപിച്ചായിരുന്നു ജാഥ. കൂരിക്കുഴി പഞ്ഞമ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച ജാഥ CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. EK ദേവാനന്ദൻ അധ്യക്ഷനായി. PM അഹമ്മദ് പതാക കൈമാറി. ജാഥ ക്യാപ്റ്റൻ ER ജോഷി, വൈസ് ക്യാപ്റ്റൻ TV സുരേഷ്, മാനേജർ നൂറുൽ ഹുദ, NK സുരേഷ് എന്നിവർ സംസാരിച്ചു. കാൽനട ജാഥ ഞായറാഴ്ച വൈകിട്ട് കാക്കാത്തിരുത്തി പള്ളിവളവിൽ സമാപിക്കും. INL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റും പ്രമുഖ ഗാന്ധിയൻ കൃഷ്ണൻ എഴുത്തച്ഛന്റെ മകനുമായ VK ജയഗോവിന്ദൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. തൃശൂർ ജില്ലാ അടയ്ക്ക മാർക്കറ്റിംഗ് സഹകരണ സംഘം പ്രസിഡന്റ്, അവിണിശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കാംകോ ഡയറക്ടർ എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു. നിലവിൽ അമ്പലപ്പാട് AUP സ്കൂൾ മാനേജരായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ അവിണിശ്ശേരിയിലെ വീട്ടുവളപ്പിൽ നടക്കും. CA ശാരദയാണ് ഭാര്യ. VJ അരുൺ, ഡോക്ടർ VJ ബിമൽ എന്നിവർ മക്കളും, രേഖ അരുൺ, സുജ ബിമൽ എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ലോൺ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ സൈബർ തട്ടിപ്പ് നടത്തിയ പ്രതി അറസ്റ്റിൽ. ആലുവ തൈക്കാട്ടുകര മണ്ണച്ചേരി സ്വദേശി താഴം വീട്ടിൽ പ്രവിൽ കൃഷ്ണയാണ് അറസ്റ്റിലായത്. CPIM മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണം ഊരകത്ത് നടന്നു. ഊരകം സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഹെർബർട്ട് കനാൽ വള്ളം കളിയിൽ കൊടുങ്ങല്ലൂർ രുധിരമാല നമ്പർ 2 ജേതാക്കൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.